നമുക്ക് GT മൊഡ്യൂൾ 3 പെർമിയബിലിറ്റിയുടെ തന്നെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്. ഇത് ഞാൻ പെർമിയബിലിറ്റി എടുക്കുമ്പോൾ തന്നെ ഈ ഒരു പോർഷൻ ഞാൻ അതിൽ എടുത്തതാണ്. ലാസ്റ്റ് എഫക്റ്റീവ് സ്ട്രെസ്സിനെ പറ്റിയിട്ട് എന്നാൽ നമുക്ക് ആ ഒരു പോർഷനിൽ കുറച്ചും കൂടി എടുക്കാനുണ്ട്. എന്നാൽ നമുക്കത് തുടങ്ങാം. എഫക്റ്റീവ് സ്ട്രെസ്സിന് തന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് ഡെഫിനിഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്സും പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ് ഇൻ എഞ്ചിനീയറിംഗ് ബിഹേവിയർ ഓഫ് സോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഡെഫിനിഷൻ ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്സിൽ പോകാം. അവിടെ നമ്മളിപ്പോൾ ഒരു സോയിൽ മാസ് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിട്ട് എടുക്കുകയാണ്. അതിലൊരു പ്രിസം ഓഫ് സോയിൽ ഉദ്ദേശിക്കുന്ന ഒരു സ്മോൾ പ്രിസം പോർഷൻ അല്ലെങ്കിൽ സ്മോൾ പാർട്ട് ഓഫ് സോയിൽ എന്നാണ്. വിച്ച് ഹാസ് ഹൈറ്റ്, ഒരു സ്മോൾ ഹൈറ്റുള്ള സാധനമാണ്. അപ്പം പ്രിസം എന്ന് പറഞ്ഞാൽ ആ പാർട്ട് ഓഫ് സോയിലിൻ്റെ ആ പാർട്ടിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് എയും വെയ്റ്റ് ഓഫ് ദ പി എന്ന് പറഞ്ഞാൽ പ്രിസം ഓഫ് സോയിൽ എന്ന് പറയുന്നത് വെയ്റ്റ് എന്ന് പറയുന്നത് പി ആണ്. ആ പ്രിസം ഓഫ് സോയിലിൻ്റെ പി ആണ്. ആ പി ഈസ് ഈക്വൽ ടു ഗാമ സാറ്റ് ഇൻറ്റു ഹെച്ച് ഇൻറ്റു ഏരിയ. വെയ്റ്റ് ഇസ് ഈക്വൽ ടു യൂണിറ്റ് സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയ്റ്റ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ഏരിയ എന്ന് വെച്ചാൽ അതിൻ്റെ വോളിയം. അതാണ് ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ സോയിൽ ഇൻ ദ പ്രിസം. Where gamma sat is the saturated unit weight of the soil and H is the height of the prism. അതിനുശേഷം ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ലോഡ് ബൈ ഏരിയ ചെയ്യണം. അപ്പോൾ P/A ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഗാമ സാറ്റ് ബൈ H എന്ന് കിട്ടും. പിന്നെ അതെന്താണ് ടോട്ടൽ പ്രഷർ സോയിലിൻ്റെ പ്രഷർ, ഈ ടോട്ടൽ സോയിലിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ. ഇനി പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ഇൻറ്റു ഹൈറ്റ്, അതാണ് പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ. ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ഇൻറ്റു ഹെച്ചും പോർ വാട്ടർ പ്രഷർ ഗാമ W ഇൻറ്റു ഹെച്ചും. അപ്പം എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പ്രിസം സോയിലിൻ്റെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ സ്ട്രെസ് മൈനസ് ഈ പോർ വാട്ടർ സ്ട്രെസ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് H മൈനസ് ഗാമ W H. H കോമൺ എടുത്താൽ ഗാമ സാറ്റ് മൈനസ് ഗാമ W. ഗാമ സാറ്റ് മൈനസ് ഗാമ W എന്ന് പറഞ്ഞാൽ ഗാമ ഡാഷ് ആണ്, അല്ലെങ്കിൽ സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ്. ഗാമ സാറ്റ് മൈനസ് ഗാമ W ആണ് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ മൊഡ്യൂൾ 1 ഒരു ഇക്വേഷൻ ആണ്. You may note that the effective stress cannot be measured directly in the laboratory. It is reduced from 2 physical measurable quantities, sigma and nu. Thus, the effective stress is a mathematical concept and not a physical quantity. എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് സ്ട്രെസ് നമുക്ക് ഒരിക്കലും ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് ഈ 2 സെപ്പറേറ്റ് മെഷറബിൾ സാധനം കണ്ടുപിടിച്ച് മൈനസ് ചെയ്ത് കിട്ടുന്നതാണ്. അല്ല ഡയറക്ട്ലി എഫക്റ്റീവ് സ്ട്രെസ് ഓൺ ദ സോയിൽ നമുക്ക് ലബോറട്ടറിയിൽ കിട്ടില്ല. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെസ്. ദ എഫക്റ്റീവ് സ്ട്രെസ് കൺട്രോൾസ് ദ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് ഓഫ് ദ സോയിൽ എന്ന് പറയുമ്പം ആ എഫക്റ്റീവ്ലി നമ്മുടെ സോയിൽ എത്ര സ്ട്രെസ് എടുക്കുന്നു, എത്ര ലോഡ് എടുക്കും, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, കംപ്രഷൻ ആൻഡ് ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ എഫക്റ്റീവ് സ്ട്രെങ്ത്. ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് എഫക്റ്റീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഈ എഫക്റ്റീവ് സ്ട്രെങ്തിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. എഫക്റ്റീവ് സ്ട്രെങ്തിൻ്റെ ഇക്വേഷനിൽ തന്നെ കാണാം സോയിലും വെള്ളവും അല്ലേ. ഇത് സോയിലിൻ്റെ ആണ് ടോട്ടൽ സ്ട്രെസ്, ഇത് വാട്ടറിൻ്റെ ടോട്ടൽ സ്ട്രെസ്. അപ്പം ഇത് രണ്ടും നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ്സിനെ എഫക്റ്റ് ചെയ്യും. അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യാം നോക്കാം. ആദ്യം നമുക്ക് വാട്ടർ ടേബിൾ ഫ്ലക്ച്വേഷൻസ് നോക്കാം. വാട്ടർ ടേബിൾ, സാധാരണ ഒരു വാട്ടർ ടേബിൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മളിങ്ങനെ ഒരു സോയിൽ മാസ് കൺസിഡർ ചെയ്തു. വാട്ടർ ടേബിൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ടോട്ടൽ ഫിഗർ എടുക്കാം. വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നും H1 ഡിസ്റ്റൻസ് താഴെയാണ്. സോയിലിൻ്റെ ഇതാണ് ബെഡ് റോക്ക് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ് ലെവൽ. സോയിൽ ഈ ലെവൽ വരെയാണ്, H2 വരെയാണ് നമ്മുടെ ഈ സോയിൽ ഉള്ളത്. ഈ എക്സ് എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ നിന്ന് H ഡിസ്റ്റൻസ് താഴെയാണ്. ഇനി നമുക്ക് അപ്പം പിന്നെ വെറ്റ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമയും. ഈ വെള്ളത്തിൻ്റെ താഴെയാണ് ഈ സോയിൽ. അപ്പോൾ ഈ സോയിൽ എന്താണ്? സാച്ചുറേറ്റഡ് സോയിലാണ്. വാട്ടർ ടേബിളിൻ്റെ താഴെയില്ല, അപ്പോൾ പോർസ് മൊത്തം വെള്ളം നിറഞ്ഞിരിക്കുക, അതുകൊണ്ട് സാച്ചുറേറ്റഡ് സോയിലാണ്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ആണ്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ടോട്ടൽ സ്ട്രെസ് ഓൺ ദ സോയിൽ എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റ് നമ്മുടെ എക്സ് ഡയറക്ഷനിലെ
ടോട്ടൽ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഇരിക്കുന്ന സോയിലിൽ എന്തായിരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ മണ്ടയിൽ ഇരിക്കുന്ന മണ്ണും വെള്ളവും അല്ലേ ഈ ഒരു ലെയറിൽ സോയിലിന് പ്രഷർ കൊടുക്കുന്നത്, ആ പ്രഷർ എത്രയെന്ന് കണ്ടുപിടിക്കാം. ആ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ ഗാമ സാറ്റ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഹൈറ്റ്, അത് മാത്രം നമ്മളോട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഗാമ ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H2 അതാണ് ഈ ലെയർ ഓഫ് സോയിലിൽ കൊടുക്കുന്ന ടോട്ടൽ സ്ട്രെസ് ബൈ ദ സോയിൽ കൊടുക്കുന്ന സ്ട്രെസ് അതാണ്. ഇനി നമ്മൾ അതിൽ നിന്ന് പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മുടെ സോളിഡ് പാർട്ടിക്കിൾസ് മാത്രം കൊടുക്കുന്നത് കിട്ടുന്നത്. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് ഉദ്ദേശിക്കുന്ന സോയിൽ മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പോർ വാട്ടർ പ്രഷർ മൈനസ് ചെയ്യണം. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ അതായത് ഇവിടം തൊട്ട് ഇതുവരെ ഉള്ളൂ, H2 ഡിസ്റ്റൻസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ഇൻറ്റു H2 ആണ്. നോക്കിക്കേ, ഗാമ സാറ്റ് അല്ല, ഗാമ സാറ്റ് സോയിലിൻ്റെ ആയിരുന്നു. ഗാമ W ആണ് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു വാട്ടറുള്ള ഹൈറ്റ്. സോയിലിൻ്റെ എങ്ങനെയാണ് ഗാമ ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു H1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ലെയർ ഓഫ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു H1, പിന്നെ സെക്കൻഡ് ലെയർ ഓഫ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു H1. അത് സാച്ചുറേറ്റഡ് ആണ്, അതുകൊണ്ട് ഗാമ സാറ്റ്. അപ്പോൾ പോർ വാട്ടർ പ്രഷർ നേരത്തെ നമ്മൾ പഠിച്ചു, എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ചെയ്യണം. അത് രണ്ടും നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് H2 ഇവിടെ രണ്ട് ടേമിൽ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. H2 പുറത്തെടുത്താൽ ഗാമ സാറ്റ് മൈനസ് ഗാമ W എന്ന് വരും. ഗാമ സാറ്റ് മൈനസ് ഗാമ W എന്ന് പറഞ്ഞാൽ സബ്മേർജ്ഡ് ആണ്. അപ്പം നമ്മുടെ ഇതിൻ്റെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗാമ H1 പ്ലസ് ഗാമ സബ്മേർജ്ഡ് H2. അതാണ് നമ്മുടെ ഇങ്ങനെ വാട്ടർ ടേബിൾ വരുമ്പോൾ ഉള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് കേസ് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വാട്ടർ ടേബിൾ റൈസസ് ടു ദ ഗ്രൗണ്ട് സർഫസ്. ഈ വാട്ടർ ടേബിൾ ഫുള്ള് ഇവിടം വരെ പോയെന്ന് വെച്ചോ, ഫുൾ ടോപ്പ് വരെ വാട്ടർ ടേബിൾ വന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗാമ സബ്മേർജ്ഡ് ഇൻറ്റു H1 പ്ലസ് H2 ആയിരിക്കും. കാരണം അപ്പോൾ പിന്നെ ഈ ഒരു ടേം അവിടെ വരുന്നില്ലല്ലോ. ഫുള്ള് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇത് ഫുൾ സബ്മേർജ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ സാച്ചുറേറ്റഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ വാട്ടർ ടേബിളിൻ്റെ താഴെയുള്ള എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇത് ഫുൾ വെള്ളം ഇതുവരെ ഉണ്ടെങ്കിൽ ഇത് ഫുൾ സോയിലും സാച്ചുറേറ്റഡ് ആവും. അപ്പോൾ അതിൻ്റെ ഫുൾ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സോയിലാണ്. അപ്പോൾ ഈ ഫുൾ സോയിലിൻ്റെ സാച്ചുറേറ്റഡ് യൂണിറ്റ് വെയിറ്റ് ഇൻറ്റു ഈ ഫുൾ ഹൈറ്റ് H. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഗാമ ഡാഷ് ഇൻറ്റു H. ഈ ഗാമ ഡാഷ് എന്ന് പറയുന്നത് സബ്മേർജ്ഡ് യൂണിറ്റ് വെയിറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എഫക്റ്റീവ് സ്ട്രെസ് ഇസ് റിഡ്യൂസ്ഡ് ഡ്യൂ ടു റൈസ് ഓഫ് വാട്ടർ. വെള്ളം എത്രത്തോളം കൂടുന്നു അത്രത്തോളം എഫക്റ്റീവ് സ്ട്രെസ് വിൽ ബി റിഡ്യൂസ്ഡ്. ഇനി ഇഫ് ദ വാട്ടർ ടേബിൾ ഇസ് ഡിപ്രസ്ഡ് ബിലോ എന്ന് പറയുമ്പോൾ XX-നെക്കാട്ടും താഴെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളം ഇവിടെ ഇല്ല, വെള്ളം ഈ XX-നെക്കാട്ടും താഴെയാണ്. അപ്പോൾ നമുക്ക് XX-ന് മുകളിൽ എന്താണ് വെള്ളമില്ല. അപ്പോൾ പോർ വാട്ടർ പ്രഷർ എന്ന് പറയുമ്പോൾ U എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്ട്രെസ് മൈനസ് U അല്ലേ, U 0 ആയിപ്പോയി. ഇത് ടോട്ടൽ സ്ട്രെസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗാമ H1 പ്ലസ് ഗാമ H2 അങ്ങനെ വേണം വരാൻ. കാരണം എന്താണ് സാച്ചുറേറ്റഡ് അല്ലല്ലോ വെള്ളത്തിൻ്റെ താഴെ വരെ. അപ്പോൾ ഗാമ സെയിം അല്ലേ, അപ്പോൾ ഗാമ ഇൻറ്റു H1 പ്ലസ് H2. അപ്പം നമുക്ക് എന്താണ് ടോട്ടൽ H, അതാണ് ഇവിടെ ചെയ്തേക്കുന്നത് ഗാമ H. ടോട്ടൽ ഒരേ ഗാമ ഇൻറ്റു H ചെയ്താൽ മതി. ഇനി എഫക്റ്റീവ് സ്ട്രെസ് ഇൻ ദ സോയിൽ അണ്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വാട്ടർ ലെവൽ അല്ലാതെ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വാട്ടർ ലെവൽ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, വാട്ടർ ടേബിൾ ഇവിടെ ആക്ട് ചെയ്യുവാണ്. ഈ എല്ലാ ലെവലിലും വാട്ടർ ലെവൽ സെയിം ആണ്. സെക്കൻഡ് ഫിഗറിൽ തന്നെയാണ് വാട്ടർ ലെവൽ സെയിം ആണ്. അങ്ങനെ നമ്മളൊരു പീസോമീറ്റർ കണക്ട് ചെയ്ത് വാട്ടർ ലെവൽ സെയിം ആയി വരുന്ന കണ്ടീഷനാണ് അണ്ടർ ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പറയും പീസോമീറ്റർ കണക്ട് ചെയ്ത് ഇത്ര വാട്ടർ ലെവലിലാണെന്ന്. അപ്പോൾ എല്ലാ വാട്ടർ ലെവലും സെയിമിൻ്റെ അർത്ഥമാണെങ്കിൽ അത് ഹൈഡ്രോസ്റ്റാറ്റിക് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഇനി എങ്ങനെ ചെയ്യും? ആദ്യം നമുക്ക് വാട്ടർ ടേബിൾ അബവ് സോയിൽ സർഫസ് A നോക്കാം. അപ്പം എയുടെ മുകളിൽ എന്തൊക്കെയുണ്ട്? ഈ വെള്ളം മാത്രമേ ഉള്ളൂ. സോയിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ടോട്ടൽ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? ഗാമ W ഇൻറ്റു H ആണ് ടോട്ടൽ എന്ന് പറയുന്നത്. കാരണം വേറെ സോയിലൊന്നുമില്ല. പ്ലസ് മൈനസ് പിന്നെ U എന്താണ്? ഗാമ W ഇൻറ്റു H. അപ്പോൾ രണ്ടും കൂടെ മൈനസ് ചെയ്ത് 0 ആവും. എന്റെ മുകളിലുള്ള
എന്താണ് എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. വെള്ളം മാത്രമേ ഉള്ളെങ്കിൽ അവിടെ എഫക്റ്റീവ് സ്ട്രെസ് ഇല്ല, ബേസിക്കലി അത്രയും നോക്കിയാൽ മതി. സോയിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ മൈനസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്റെ മുകളിൽ 0 ആണ്. ഇനി ബിന്റെ മുകളിൽ നോക്കാം. ബിന്റെ മുകളിൽ എങ്ങനെയാണ്? ആദ്യം നമ്മൾ ടോട്ടൽ സ്ട്രെസ് നോക്കാം. ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് എ ലെയർ, പിന്നെ ഗാമ സാറ്റ് ഇൻറ്റു H1. ഇനി യു എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിന്റെ ലെവൽ ഇതുവരെയാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഗാമ ഡബ്ല്യു ഇൻറ്റു ഹെഡ് ഓഫ് വാട്ടർ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഹെഡ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ ഇതുവരെയാണ് വെള്ളത്തിന്റെ ലെവല് ബി സെക്ഷന്റെ അവിടെ. അപ്പൊ എന്താണ്? H1 പ്ലസ് എച്ച് ആണ് എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു H1 പ്ലസ് എച്ച് ആണ് യു എന്ന് പറഞ്ഞാൽ. എന്നിട്ട് അത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യണം. കണ്ടോ? ഇത് രണ്ടും നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഗാമ സാറ്റ് 1 മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H1 എന്ന് വരും. അപ്പോൾ ഗാമ സബ്മേർജ്ഡ് ഇൻറ്റു H1. അതാണ് ബിയുടെ മുകളിലുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായി ഒരു പോയിന്റ്. സിഗ്മ ഇസ് ഈക്വൽ ടു സിഗ്മ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് സിഗ്മ സാറ്റ് H1. അതറിയാമല്ലോ, സിഗ്മ ഡബ്ല്യു H1 സിഗ്മ സാറ്റ് H1. പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു ആ വാട്ടറിന്റെ ഹെഡാണ്. ഹെഡ് അതിന് പീസോമീറ്ററിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്റ് വേണം നമ്മൾ എടുക്കാൻ. നേരത്തെ നമ്മൾ അതിനെ പീസോമീറ്റർ ഒന്നും കണക്റ്റഡ് അല്ല, അതുകൊണ്ട് നമ്മുടെ സെക്ഷൻ തൊട്ട് വാട്ടർ ടേബിളിൽ വരെയുള്ള ഹൈറ്റ് ആണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ സെയിം തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് വാട്ടർ ടേബിളിന്റെ വരെ ഹൈറ്റ്, വാട്ടർ ടേബിളിന്റെ വരെ ആയിരിക്കുമല്ലോ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. ഇനി ഞാൻ സെക്ഷൻ സി എപ്പോൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് 2 ഇൻറ്റു H2. ഇത് വേറെ ടൈപ്പ് സോയിലാണ്. ഇൻറ്റു H2. ഇതാണ് ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എഫക്റ്റീവ് സ്ട്രെസ് എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ വാട്ടറിന് മൈനസ് ചെയ്യണം. അപ്പോൾ വാട്ടറിൻ്റെ എന്താ? ഗാമ ഡബ്ല്യു ഇൻറ്റു ഈ ടോട്ടൽ ഹൈറ്റ്. കാരണം വെള്ളം ഇവിടെ തൊട്ട് ഈ സെക്ഷൻ വരെ ഇത്രയല്ലേ നിൽക്കുന്നത്. ഈ ടോട്ടൽ ഹൈറ്റ് തന്നെ H പ്ലസ് H1 പ്ലസ് H2. അതാണ് ഈ പീസോമീറ്ററിൽ കാണിച്ചിരിക്കുന്നത്. ഈ ടോട്ടൽ ഹൈറ്റിലാണ് എൻ്റെ പ്രഷർ. ഈ സീലുള്ള വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെ ആക്ട് ചെയ്യുന്ന കണ്ടീഷനാണ്. അപ്പം അതാണ് അവിടെ ചെയ്തേക്കുന്നത്. എന്നിട്ട് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് സെക്ഷൻ സിയിലെ കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഈ ഗാമ സാറ്റ് ഡബ്ല്യൂവിൽ മൈനസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ അങ്ങ് സബ്മേർജ്ഡ് ആവും. ലാസ്റ്റ് ഇക്വേഷൻസ് അങ്ങനെ പഠിക്കണമെന്നില്ല. എല്ലാ ഇക്വേഷൻസും എന്താണ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. ക്വസ്റ്റനിൽ വരുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് മൈനസ് ചെയ്ത് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ ഓരോ കേസിന്റെ ഇക്വേഷൻ നമ്മൾ പഠിക്കണമെന്നില്ല. ഞാൻ എല്ലാ കേസിന്റെ അതുകൊണ്ട് എങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഈ ബി സെക്ഷൻ എന്ന് പറയുമ്പം ഈ മേളിൽ ഇങ്ങനെ വെള്ളമില്ല, പകരം ഡയറക്റ്റ് സോയിലാണ്. വാട്ടർ ടേബിൾ ഇങ്ങനെ മേളിൽ നിൽക്കുന്നത്. അപ്പൊ സെക്ഷൻ എ എന്ന് പറയുന്നിടത്ത് 0 അല്ലേ? സെക്ഷൻ എയുടെ മുകളിൽ ഒന്നുമില്ലല്ലോ പ്രഷർ കൊടുക്കാൻ. സെക്ഷൻ ബി എന്ന് പറയുമ്പം ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ഇൻറ്റു H. ഇനി പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു ഈ ലെവൽ വരെയുള്ള വാട്ടറിന്റെ ഹൈറ്റ്, ഇത് H1. നേരത്തെ അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ഇൻറ്റു H1, പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു H. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യണം. സെക്ഷൻ സിയിലെയോ ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഗാമ സാറ്റ് ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് 2 ഇൻറ്റു H2. പോർ വാട്ടർ പ്രഷറോ ഗാമ ഡബ്ല്യു ഇൻറ്റു H1 പ്ലസ് H2. കാരണം ഇതുവരെ വാട്ടർ ലെവൽ തൊട്ട് വാട്ടർ ടേബിളിന്റെ ലെവൽ തൊട്ട് നമ്മുടെ സെക്ഷൻ വരെ ഉള്ള ലെവൽ, ആ വരെയുള്ള ഹൈറ്റ് ആണ് നമ്മൾ ഹെഡ്. അത് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ പോർ വാട്ടർ പ്രഷർ വരുമ്പോൾ. അതാണ് ഇവിടെയും ചെയ്തേക്കുന്നത്. മൈനസ് ചെയ്തു, കിട്ടി. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ ടേബിൾ ഇവിടെയാണ്, ഡി സെക്ഷനിലാണ് വരുന്നത്. ഡി വരെയുള്ള ഹൈറ്റ്. അപ്പം നോക്കാം. അപ്പം സെക്ഷൻ എയുടെ മുകളിൽ ഒന്നുമില്ല, 0. സെക്ഷൻ ഡിയുടെ മുകളിൽ ഞാൻ ഇത് ഫിഗർ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്ഷൻ എയുടെ മുകളിൽ ഒന്നുമില്ല, സോ 0. സെക്ഷൻ ഡിയുടെ മുകളിൽ ഇത് മാത്രമേ ഉള്ളൂ, ഈ സോയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗാമ 1 ഇൻറ്റു H1 ഡാഷ്. അതാണ് സെക്ഷൻ ഡിയുടെ മുകളിലുള്ള ടോട്ടൽ പ്രഷർ. വാട്ടർ പ്രഷർ യു, ഇവിടെ വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് 0. സോ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ തന്നെയാണ്. കാരണം എന്താ? എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് മൈനസ് പോർ വാട്ടർ പ്രഷർ ആണ്. പോർ വാട്ടർ പ്രഷർ 0 ആയി. അപ്പൊ എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ്. ഇനി അതുപോലെ സെക്ഷൻ ഡി ബിയിൽ നോക്കുമ്പം ടോട്ടൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഗാമ 1 ഇൻറ്റു H1 ഡാഷ് പ്ലസ് ഗാമ സാറ്റ് 1 ഇൻറ്റു H1 ഡബിൾ ഡാഷ്. ഇതാണ് ടോട്ടൽ.
പോർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു H1 ഡബിൾ ഡാഷ്, കാരണം ഇതോട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്. അത് രണ്ടുകൂടെ മൈനസ് ചെയ്യുമ്പം സെക്ഷൻ BBയിലെ എഫക്റ്റീവ് സ്ട്രെസ് കിട്ടും. ഇനി സെക്ഷൻ CCയിലെ എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ ഗാമ 1 ഇൻറ്റു H1 ഡാഷ് പ്ലസ് ഗാമ സാറ്റ് 1 ഇൻറ്റു H1 ഡബിൾ ഡാഷ് പ്ലസ് ഗാമ സാറ്റ് 2 ഇൻറ്റു H2, അതാണ് ടോട്ടൽ. ഇനി വാട്ടർ എന്ന് പറഞ്ഞാൽ എന്നാ ഈ ഗാമ ഡബ്ല്യു ഇൻറ്റു H1 ഡബിൾ ഡാഷ് പ്ലസ് H2, എന്നിട്ട് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക, നമുക്ക് നമ്മുടെ എഫക്റ്റീവ് സ്ട്രെസ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ഇവിടെ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ബിൻ്റെയും താഴെ ഇൻ്റെ അവിടെയാണ്. ഇതും നേരത്തെ പോലെ സെയിം തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇല്ല. സോയിൽ ടൂളിൽ പോകുമ്പോഴും നേരത്തെ എടുക്കുന്നത് പോലെ എടുത്താൽ മതി. എന്നാലും ഞാൻ പറയാം, എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ പോസിബിൾ കോമ്പിനേഷൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞ സെക്ഷൻ്റെ മുകളിൽ സോയിലും ഇല്ല വെള്ളവും ഇല്ല, അപ്പം 0. ബി എന്നുള്ള സെക്ഷൻ്റെ മുകളിൽ സോയിൽ മാത്രമേ ഉള്ളൂ, വെള്ളമില്ല, അപ്പം എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സോയിൽ കാരണം മാത്രമാണ്. അപ്പോൾ ഗാമ 1 ഇൻറ്റു H1, U 0 ആണ് എഫക്റ്റീവ് സ്ട്രെസ്, അപ്പോൾ ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ്. ഇനി ഇൻ്റെ മുകളിൽ സോയിൽ കാരണം മാത്രമേ ഉള്ളൂ, യു കാരണം ഇല്ല, ഇവിടെയും എഫക്റ്റീവ് സ്ട്രെസ് ഈക്വൽ ടു ടോട്ടൽ സ്ട്രെസ് ആണ്. ആ ടോട്ടൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഗാമ 1 ഇൻറ്റു H1 പ്ലസ് ഗാമ 2 ഇൻറ്റു H2 ഡാഷ്. ഇനി CC എന്ന് പറഞ്ഞ സെക്ഷൻ വരുമ്പം ടോട്ടൽ സോയിൽ മൈനസ് വാട്ടർ പ്രഷർ ചെയ്യണം. ഇവിടെ വാട്ടറൊക്കെ ഉണ്ട്, അപ്പോൾ CCയുടെ ടോട്ടൽ സോയിൽഡ് ഇതെന്ന് പറഞ്ഞാൽ ഗാമ 1 ഇൻറ്റു H1 പ്ലസ് ഗാമ 2 ഇൻറ്റു H2 ഡാഷ് പ്ലസ് ഗാമ സാച്ചുറേറ്റഡ് 2 ഇൻറ്റു H2 ഡബിൾ ഡാഷ് മൈനസ് പോർ വാട്ടർ പ്രഷർ എങ്ങനെയാ ഗാമ ഡബ്ല്യു ഇൻറ്റു ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് വിച്ച് ഇസ് H2 ഡബിൾ ഡാഷ് ആണ് ഇവിടെ ചെയ്തേക്കുന്നത്. സിമ്പിളാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ടേബിൾ ബിലോ C, ഫുൾ C സെക്ഷൻ്റെയും താഴെ വന്നാൽ ഈ സോയിലിൽ പോർ വാട്ടർ പ്രഷർ ഒന്നും ആക്ട് ചെയ്യില്ല. ടോട്ടൽ സ്ട്രെസ് തന്നെയാണ് എഫക്റ്റീവ് സ്ട്രെസ്. എയുടെ മുകളിൽ 0, BBയുടെ മുകളിൽ ഗാമ 1 ഇൻറ്റു H1, CCയുടെ മുകളിൽ ഗാമ 2 ഇൻറ്റു H2 പ്ലസ് ഗാമ, ഈ രണ്ടും കൂടെ ആഡ് ചെയ്യണം, ഗാമ 1 ഇൻറ്റു H1 പ്ലസ് ഗാമ 2 ഇൻറ്റു H2, അത്രയേ ഉള്ളൂ. ഇനി ഇൻക്രീസ് ഇൻ എഫക്റ്റീവ് സ്ട്രെസ് ഡ്യൂ ടു സർചാർജ്. സർചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിലിൽ എക്സ്ട്രാ ഒരു ലോഡും കൂടെ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ഇരിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമ്മുടെ ബിൽഡിംഗ് ആ സോയിലിൽ ഒരു ലോഡ് കൊടുക്കത്തില്ലേ. അപ്പോൾ സോയിലിൽ എന്തൊക്കെ ലോഡുണ്ട്? വെള്ളം മാത്രം കാരണമല്ല, സോയിലിൻ്റെ ഇൻ്റർ പാർട്ടിക്കുലർ ഫോഴ്സും വെള്ളത്തിൻ്റെ ഫോഴ്സും പിന്നെ എക്സ്ട്രാ നമ്മൾ ഈ ബിൽഡിംഗ് വഴി കൊടുക്കുന്ന ലോഡും ഉണ്ട്. അങ്ങനെ ആ കൊടുക്കുന്ന ലോഡിനെയാണ് നമ്മൾ സർചാർജ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ Q ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. നേരത്തെ ഒന്നുമില്ല, എല്ലാ സെക്ഷനിലും അപ്പം എന്താണ് ഒരു Q ആഡ് ചെയ്യും. ടോട്ടലിൻ്റെ അവിടെ Q പ്ലസ് എന്താണ്, അപ്പോൾ A സെക്ഷൻ്റെ മുകളിൽ എന്താണ് വേറെ ഒരു Q മാത്രമേ ഉള്ളൂ, അപ്പോൾ Q ആണ്. നേരത്തെ 0 ആയിരുന്നു, അപ്പോൾ ഒരു Q വരും. ഫിഗർ വെച്ചിട്ട് പറയാം. അപ്പോൾ BB സെക്ഷൻ്റെ മുകളിൽ എന്താണ് A സെക്ഷൻ്റെ സോയിലും ഉണ്ട്, ഈ Q ഉണ്ട്, അപ്പോൾ Q പ്ലസ് ഗാമ 1 ഇൻറ്റു H1. CC സെക്ഷൻ്റെ മുകളിലോ Q പ്ലസ് CC സെക്ഷൻ്റെ മുകളിൽ ടോട്ടൽ സ്ട്രെസ് ആണ് പറയുന്നത്. എയിലും BBയിലും ടോട്ടൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു എഫക്റ്റീവ് സ്ട്രെസ്, ബിക്കോസ് അവിടെ വെള്ളമില്ല. CCയിൽ വെള്ളം വരുന്നുണ്ട്, അപ്പോൾ CCയുടെ എന്ന് പറഞ്ഞാൽ Q പ്ലസ് ഗാമ 1 ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് 2 ഇൻറ്റു H2 മൈനസ്, അതായത് നമ്മൾ ടോട്ടൽ ഇനി ഇതിന്ന് മൈനസ് ചെയ്യണം, പോർ വാട്ടർ ഗാമ W ഇൻറ്റു H2 മൈനസ് ചെയ്യാം. അപ്പം നമുക്ക് ഈ കേസ് വരാം. ഇനി സർചാർജിൻ്റെ കേസ് ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ളൂ. ഒരു Q ആഡ് ചെയ്ത് കൊടുക്കണം. ത്രൂ ഔട്ട് എഫക്റ്റീവ് സ്ട്രെസ് എന്താണ് ഇൻക്രീസ് ചെയ്യപ്പെടും. ത്രൂ ഔട്ട് നമ്മളിപ്പോൾ Q ഇല്ലാത്ത നോർമൽ കേസിൽ ഇത് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് Q ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നുവെച്ചാൽ അങ്ങനെയാണ് വരുന്നത്. ഇനി എഫക്റ്റീവ് സ്ട്രെസ് ഇൻ സാച്ചുറേറ്റഡ് സോയിൽ ബൈ കാപ്പിലറി ആക്ഷൻ. കാപ്പിലറി ആക്ഷൻ ഉണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയും ആ സോയിലിൽ എന്താണ് കാപ്പിലറി ആക്ഷൻ ഉണ്ടെന്ന്. കാരണം കാപ്പിലറി ആക്ഷൻ കാരണം പിടിച്ചു വെക്കുന്നു എന്ന്. അത് നോക്കാം. നമ്മൾ അതെന്താണ് മൈനസ് ഗാമ W ഇൻറ്റു ആ കറസ്പോണ്ടിങ് H ആയിട്ട് നമ്മൾ എടുക്കണം ഇപ്പോൾ കാപ്പിലറി സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കാം. സോയിൽ സാച്ചുറേറ്റഡ് അപ് ടു സർഫസ് A ആണ്. പിന്നെ U എന്ന് പറയുന്നത് ഇവിടെ മേളിലൊന്നുമില്ല, പക്ഷെ കാപ്പിലറി സോൺ എന്ന് പറഞ്ഞത് കൊണ്ട്
നമ്മൾ മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഈ ടോട്ടൽ ഹൈറ്റ് H1 ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൈനസ് ആണ്. അപ്പോൾ ടോട്ടൽ സ്ട്രെസ് 0 മൈനസ് മൈനസ് എന്ന് വരുമ്പം അത് പ്ലസ് ആകും. മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആകും. അപ്പോൾ എൻ്റെ അവിടെ ഗാമ ഡബ്ല്യു H1 എന്ന ഫോഴ്സ് ആക്ട് ചെയ്യും. നോർമൽ സമയത്ത് അത് നോർമൽ അവിടെ ഒരു കാപ്പിലറി റിയാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പോയിന്റ് 0 ആണ്. പക്ഷെ കാപ്പിലറി റിയാക്ഷൻ വരുമ്പം എന്താണ് എഫക്റ്റീവ് സ്ട്രെസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ ഗാമ HW. അതാണ് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. കാപ്പിലറി റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഫോഴ്സ് കൂടും. ഇത് നമ്മൾ DD എന്നൊരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ സോയിൽ ഉണ്ട്. അപ്പോൾ ഗാമ സാറ്റ് ഇൻറ്റു H1 ഡാഷ് ആണ് ടോട്ടൽ മൈനസ് അല്ല. അപ്പോൾ U ഇസ് ഈക്വൽ ടു എന്താണ് ഇവിടെ നെഗറ്റീവ് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എന്താണ് H1 ഡബിൾ ഡാഷ് HW. കാരണം ഈ വെള്ളം ഒരു പ്രഷർ താഴോട്ട് കൊടുക്കുമല്ലേ, ഈ ഗാമ ഡബ്ല്യു ഇൻറ്റു HW. ഇനി പോർ വാട്ടർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഈ സോയിലിന്റെ ഇടയിൽ പോർസിലുള്ളതാണ്. അത് ഗാമ ഡബ്ല്യു ഇൻറ്റു HW1 കേട്ടോ. അത് HW1 എന്ന് പറഞ്ഞാൽ ആ പോർ വാട്ടർ പോറിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പ്രഷറാണ് ആ സോയിലിൽ. അതിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ HW1 സെപ്പറേറ്റ് ആയിട്ട് തരാം. ആ രണ്ടും കൂടെ മൈനസ് ചെയ്യുക, സെക്ഷൻ BBയിൽ കിട്ടും. സെക്ഷൻ CCയിലെയും സിമിലർ തന്നെയാണ്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു HW പ്ലസ് ഗാമ സാറ്റ് 1 ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് 2 ഇൻറ്റു H2. എന്താണ് ഈ ഗാമ ഡബ്ല്യു ഇൻറ്റു HW പ്ലസ് ഈ ഗാമ സാറ്റ് ഇൻറ്റു H1 ആണ് ടോട്ടൽ. U എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു ഈ ഡിസ്റ്റൻസ് HW1. അതുപോലെ തന്നെ സീൻ്റെ അവിടെയും സിമിലർ ആണ്. ഗാമ ഡബ്ല്യു ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഗാമ ഡബ്ല്യു ഇൻറ്റു HW പ്ലസ് ഗാമ സാറ്റ് ഇൻറ്റു H1 പ്ലസ് ഗാമ സാറ്റ് 2 ഇൻറ്റു H2. ഇനി U എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു HW2. ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് രണ്ടിട്ട് മൈനസ് ചെയ്യുക, നമുക്ക് എഫക്റ്റീവ് സ്ട്രെസ് കിട്ടും. ഇത് എങ്ങനെ എടുക്കുന്നു എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി ക്വിക്ക് സാൻഡ് കണ്ടീഷൻ എന്താന്ന് ഞാൻ പഠിപ്പിച്ചായിരുന്നു. ക്വിക്ക് സാൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയിൽ അവസാനം വെള്ളം പോലെ ഫ്ലോ ചെയ്യുന്ന ഒരു സ്റ്റേജിനെയാണ് ക്വിക്ക് സാൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം